Friends, welcome back to our channel Wealthy Life. 18 ഫെബ്രുവരി 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, സ്വിംഗ് ട്രേഡിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഇൻസൈറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അംബുജ സിമൻസ്, RCL റിറ്റെയിൽ, ടിൻ സ്റ്റാർ ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളുടെ Q3 റിസൾട്ടാണ് വരുന്നത്. അതുകൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ട കമ്പനി ഭാരതി എയർടെൽ ആണ്. കാരണം ഭാരതി ടെലിമീഡിയ എന്ന കമ്പനിയുടെ 20% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. വാർബർഗ് പിൻഗസ് എന്ന ഇൻവെസ്റ്റിംഗ് കമ്പനിയിൽ നിന്നാണ് ഭാരതി ടെലിമീഡിയയുടെ സ്റ്റേക്കുകൾ ഭാരതി എയർടെൽ അക്വയർ ചെയ്തത്. ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്ക് വേണ്ടി നമ്മൾക്ക് രണ്ട് കമ്പനികളിൽ ഫോക്കസ് ചെയ്യണം. നാൽക്കോയുടെ 749 കോടി രൂപയുടെ ബൈബാക്ക് ഫെബ്രുവരി 25 മുതലാണ് ആരംഭിക്കുന്നത്. ഗെയിൽ എന്ന കമ്പനിയുടെ ബൈബാക്ക് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 10 വരെയാണ് ഉള്ളത്. ഗെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില ന്യൂസുകൾ പരിശോധിക്കുകയാണെങ്കിൽ മാർച്ച് മാസം മുതൽ ഗെയിൽ നിഫ്റ്റി 50 ഇൻഡെക്സിൽ നിന്നും പുറത്താവുകയാണ്. ഗെയിലിന് പകരം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന കമ്പനിയാണ് നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ഭാഗമാകുന്നത്. ഫണ്ട് റൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് കിടക്കാം. ഡിഷ് TV ഇന്ത്യ എന്ന കമ്പനിക്ക് വേണ്ടി 1000 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. RPP ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന കമ്പനി 48 കോടി രൂപ റൈറ്റ് ഇഷ്യൂ വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്ത കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ ആശാപുര മൈൻകെം എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് 15.50% നിന്നും 15.55% ഉയർത്തിയിട്ടുണ്ട്. ഇൻഡോരാമ സിന്തറ്റിക്സ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് ആയ 3,35,000 ഷെയറുകൾ സെൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സെൽ ചെയ്തതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്പനിയിൽ മിനിമം പബ്ലിക് ഹോൾഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിലുള്ള 3 ലക്ഷം ഷെയറുകൾ സെൽ ചെയ്തത്. വി-ഗാർഡ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ വി-ഗാർഡ് ഇൻഡസ്ട്രീസിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 40 ലക്ഷം ഷെയറുകൾ സെൽ ചെയ്തിട്ടുണ്ട്. ഇനി റേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് കടക്കാം. റേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ പരിശോധിക്കുകയാണെങ്കിൽ നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ICRA മാഗ്മ ഫിൻ കോർപ്പ് എന്ന കമ്പനിയുടെ ഫണ്ട് ബേസ്ഡ് ലോങ് ടേം ലോണുകൾക്ക് AA നെഗറ്റീവ് എന്ന റേറ്റിംഗ് ആണ് നൽകിയത്. അതുപോലെ തന്നെ കെയർ എന്ന റേറ്റിംഗ് കമ്പനി ശ്രീ സിമെൻറ്റിൻ്റെ കൊമേഴ്സ്യൽ പേപ്പറുകൾക്ക് A1+ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. NSEയിലെ പ്രധാനപ്പെട്ട ബൾക്ക് ഡീൽ അപ്ഡേറ്റ്സുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിഎടെക് വബാഗ് എന്ന കമ്പനി ഗംഗ STP പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചന്ദ്ലർ ആൻഡ് പ്രൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി GMM ഫോൾഡറിൻ്റെ 1,33,000 ഷെയറുകൾ 3,833 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. നളന്ദ ഇന്ത്യ ഇക്വിറ്റി ഫണ്ട് എന്ന കമ്പനി TCN ക്ലോത്ത്സിൽ 43 ലക്ഷം ഷെയറുകൾ 412 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ബൈ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് എന്ന കമ്പനിയുടെ 2 മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ഗുജറാത്തിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ടെലികോം എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനികളെ PLI സ്കീമിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് ഈ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാം. കൂടാതെ പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കിന് രാജസ്ഥാനിൽ അതിൻ്റെ പുതിയ 2 പ്രോജക്റ്റുകളിൽ സക്സസ്ഫുൾ ബിഡറായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പവർ ഗ്രിഡ് എന്ന് പറയുന്ന സ്റ്റോക്കിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ഹാപ്പിയസ്റ്റ് മൈൻസ് എന്ന സ്റ്റോക്കിൽ ഏകദേശം 20% പ്രൈസ് ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ പ്രൈസ് ഹൈക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം റേറ്റിംഗ് ഏജൻസിയും അതുപോലെ തന്നെ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററുമായിട്ടുള്ള നമൂറ എന്ന റേറ്റിംഗ് ഏജൻസി ഈ സ്റ്റോക്കിന് ബൈ റേറ്റിംഗ് നൽകുകയും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ടാർഗറ്റായിട്ട് 480 രൂപ സെറ്റ് ചെയ്തതുമാണ്. കൂടാതെ IPO റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റെയിൽടെലിൻ്റെ IPO 6.64 ടൈംസ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഈ കമ്പനിയിൽ റീറ്റെയിലേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ 11 ടൈംസ് ആണ് കമ്പനിയുടെ IPOയിൽ റീറ്റെയിലേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.